ഹലോ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ദേ നമ്മുടെ പുതിയൊരു വീഡിയോ, പുതിയൊരു റെസിപ്പി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കിടിലൻ പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ എന്താണെന്നല്ലേ, ഒരു കിടിലൻ ഗോതമ്പ് കിഴി. നിങ്ങൾ തയ്യാറാണോ? എന്നാ വരൂ, നമുക്ക് സെറ്റാക്കാം. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ ഇതിനകത്തെ കൂട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. 1/2 കപ്പ് ഗോതമ്പിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം നെയ്യ് ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ അല്പാൽപമായി ഒഴിച്ചു കൊടുത്ത് മിതമായ അളവിൽ വേണം കുഴച്ചെടുക്കാൻ. ഇപ്പം നമ്മുടെ ഗോതമ്പ് നെയ്യെല്ലാം ചേർത്ത് നന്നായി കുഴച്ച് കുറച്ച് സമയം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലയ്ക്ക, 1 ടീസ്പൂൺ ചെറിയ ജീരകം നമുക്കൊന്ന് ചതച്ചെടുക്കാം. 1/2 കപ്പ് തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ എള്ള്, ഏലയ്ക്ക, ചെറിയ ജീരകം പൊടിച്ചത്, ശർക്കര പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം. ശർക്കര പൊടിക്ക് പകരം നിങ്ങൾക്ക് ശർക്കരയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 കപ്പ് അവിൽ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അവിൽ നന്നായി ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് തേങ്ങ, ശർക്കരപ്പൊടി കുഴച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ, അവിൽ, ശർക്കര കൂട്ടി മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് അല്പം വറവ് ചേർത്ത് കൊടുത്താൽ പ്രത്യേക സ്വാദായിരിക്കും. ഇതിനായി പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് ചെറുതായി അരിഞ്ഞു വെച്ച ചുവന്നുള്ളി നന്നായി വറവിട്ട് അതൊന്ന് നമുക്ക് ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച ഗോതമ്പ് മാവ് ഒന്ന് പരത്തിയെടുക്കണം. ഞാനിവിടെ മാവ് പരത്തുന്നത് പൊടിയണി മരത്തിൻ്റെ ഇലയിലാണ്. പല നാട്ടിലും പല പേരുകളാണ്. വട്ടയില എന്ന് പറയാറുണ്ട്, ഉപ്പില എന്ന് പറയാറുണ്ട്. വീഡിയോ കാണുന്നവർ നിങ്ങളുടെ നാട്ടിലെ പേരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഗോതമ്പ് മാവ് ഇലയിലേക്ക് നന്നായി പരത്തിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് തേങ്ങ, ശർക്കര, അവിൽ മൂപ്പിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ഇനിയില്ല, ഒരു വാഴ നാര് കൊണ്ട് നമുക്ക് നന്നായി ഒന്ന് കെട്ടിക്കൊടുക്കാം. ദേ ഒരു കിഴി പോലാക്കിയാണ് കേട്ടോ നമ്മളിത് കെട്ടുന്നത്. ഇങ്ങനെ ഓരോന്നായി തേങ്ങ നിറച്ച് നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഇനി ഒരു കുക്കറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഗോതമ്പ് കിഴി ഓരോന്നായി അതിനകത്തേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദേ നമ്മുടെ ഗോതമ്പ് കിഴി റെഡി ആയിട്ടുണ്ട്. കാഴ്ചയിലുള്ള വെറൈറ്റി പോലെ ഇതിൻ്റെ ടേസ്റ്റും ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ സ്നേഹമുള്ളവരെ, നിങ്ങൾ എന്തായാലും ട്രൈ ആക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഇനിയൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയായി കാണാം. ബൈ ബൈ.